ജനുവരി 7 ബുധനാഴ്ച. മാർക്കോസ് 6:45 മുതൽ 52 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു വെള്ളത്തിന് മുകളിലൂടെ നടക്കുകയും കൊടുങ്കാറ്റിനെ ശാന്തമാക്കുകയും ചെയ്യുമ്പോൾ പ്രകൃതിയുടെ മേലുള്ള അവൻ്റെ അധികാരത്തിൻ്റെ ശക്തമായ പ്രകടനമാണ് നാം കാണുന്നത്. പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുമ്പോൾ യേശുവിൻ്റെ ദിവ്യശക്തിയും അനുകമ്പയും പ്രകടമാക്കുന്ന 5000 പേർക്ക് അത്ഭുതകരമായ ഭക്ഷണം നൽകിയതിനെ തുടർന്നാണ് ഈ സംഭവം. വള്ളത്തിൽ കാറ്റിനെതിരെ പോരാടുന്ന ശിഷ്യന്മാർ കടലിലൂടെ നടക്കുന്നത് ഒരു പ്രേതമാണെന്ന് തെറ്റിദ്ധരിച്ച് ആദ്യം ഭയന്നു പോയി. എന്നിരുന്നാലും ധൈര്യപ്പെടുവിൻ, ഞാൻ തന്നെ, ഭയപ്പെടേണ്ട എന്ന യേശുവിൻ്റെ ഉറപ്പായ വാക്കുകൾ അവരുടെ ഭയത്തെ മാത്രമല്ല കൊടുങ്കാറ്റിനെയും ശാന്തമാക്കുന്നു. ജീവിതത്തിലെ കൊടുങ്കാറ്റുകൾക്കിടയിലും സമാധാനത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും ഉറവിടമായി അവിടുത്തെ സാന്നിധ്യത്തെ ഈ സംഭവം എടുത്തു കാണിക്കുന്നു. ഈ സുവിശേഷ ഭാഗത്തിലെ പ്രധാന വാക്യങ്ങൾ യേശുവിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അവനുമായുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ചും ആഴത്തിലുള്ള ഒരു ഉൾക്കാഴ്ച നൽകുന്നു. ശിഷ്യന്മാർ കാറ്റിനെതിരെ ബുദ്ധിമുട്ടുന്നത് യേശു കാണുമ്പോൾ അത് നമ്മുടെ പോരാട്ടങ്ങളെക്കുറിച്ചുള്ള അവൻ്റെ അവബോധത്തെയും നമ്മുടെ വെല്ലുവിളികളോടുള്ള അവൻ്റെ അനുകമ്പയുള്ള പ്രതികരണത്തെയും വെളിപ്പെടുത്തുന്നു. യേശുവിൻ്റെ ആശ്വാസവാക്കുകൾ അവൻ്റെ ദിവ്യ സ്വഭാവം വെളിപ്പെടുത്തുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ അവൻ്റെ നിരന്തരമായ സാന്നിധ്യത്തിൻ്റെയും കരുതലിൻ്റെയും ഒരു കാലാതീതമായ ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുന്നു. ശിഷ്യന്മാരുടെ അത്ഭുതവും ഗ്രാഹ്യമില്ലായ്മയും യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെയും ദൗത്യത്തിൻ്റെയും ആഴം മനസ്സിലാക്കുന്നതിലെ വിശ്വാസത്തിൻ്റെ വളർച്ചയിലേക്ക് അത് വിരൽ ചൂണ്ടുന്നു. അപ്പോസ്തലന്മാർ നിലവിളിച്ചപേക്ഷിച്ചപ്പോൾ എന്തോ സംഭവിച്ചു. കാര്യം അവരുടെ ഭീതിയും ഭയവും പുറത്തുവിടാനും അവർ എങ്ങനെ അതിനെ സമീപിക്കുന്നുവെന്നും അവരുടെ അപകടത്തെക്കുറിച്ച് യേശുവിനെ അറിയിക്കാനും കഴിഞ്ഞു. യേശുവിൻ്റെ മിക്ക അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നത് ആരെങ്കിലും അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ഹൃദയം കൊണ്ട് ചോദിക്കുമ്പോഴാണ്. യേശു ഒരു മാന്ത്രികനല്ല, എളുപ്പത്തിൽ നമുക്ക് നൽകുന്നവനുമല്ല. യേശു നമ്മളും വിശ്വാസത്തിൽ ഒരു ഇടപഴകലുണ്ട്. നമ്മൾ യേശുവിനോട് വിശ്വാസത്തോടെ ആവശ്യപ്പെടുമ്പോൾ എപ്പോഴും എന്തെങ്കിലും സംഭവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രാർത്ഥനയിൽ നിങ്ങൾ അവനോട് എന്താണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്? ജീവിതത്തിലെ ഏത് കൊടുങ്കാറ്റിനെ ശാന്തമാക്കാനാണ് ആവശ്യപ്പെടുന്നത്? നിങ്ങളുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ജീവിതത്തിലോ? ഒരു പ്രാർത്ഥനയും കേൾക്കപ്പെടാതെ പോകില്ല എന്നും ഹൃദയത്തിൽ നിന്ന് യേശുവിനോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നല്ലത് സംഭവിക്കുമെന്നും നമുക്ക് വിശ്വസിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.